ഇപ്പറയുന്ന ശീലങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ ആഡംബര സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുക. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആവശ്യങ്ങൾക്കാണ് വാങ്ങിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. 2, കണക്കില്ലാതെ എവിടെയാണ് പണം പോകുന്നത് എന്ന് കൃത്യമായ കണക്കില്ലാതെ ചെലവാക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സമ്പാദ്യമില്ലായ്മ, കിട്ടുന്ന പണം മൊത്തവും ചെലവാക്കി തീർക്കുന്ന ഒരു രീതിശാസ്ത്രം. ആഴ്ചയിൽ ഇപ്പോഴത്തെ മൺഡേ മുതൽ ഫ്രൈഡേ വരെ നമ്മൾ വർക്ക് ചെയ്തിട്ട് സാറ്റർഡേ സൺഡേ കൊണ്ട് ആ ഒരു ആഴ്ച വർക്ക് ചെയ്ത പണം മൊത്തം എന്ത് ചെയ്യും? നമ്മൾ ദൂർത്തടിക്കുന്ന സ്വഭാവശീലമുണ്ടെങ്കിൽ നിങ്ങളുടെ പണം മൊത്തം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കാണാനുണ്ട്. അതുപോലെ ഓഫറുകൾ കാണുമ്പോൾ, നമുക്ക് ആവശ്യമില്ലെങ്കിലും ഓഫറുകൾ കമ്പനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളും വാങ്ങിക്കൂട്ടുന്ന ഒരു സ്വഭാവശീലമുണ്ടെങ്കിൽ അതും നമ്മുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കും. അവസാനമായിട്ട് ഒറ്റ വരുമാന മാർഗം. നമുക്ക് ഒരു വരുമാന മാർഗമേ ഉള്ളൂ എങ്കിലും നമ്മളുടെ പണം പെട്ടെന്ന് ഒരു എമർജൻസി കേസോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. പല വരുമാന മാർഗങ്ങൾ സ്വീകരിച്ചു വെക്കുക എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പണത്തിന്റെ മേലെ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.